ജെയ്സൺ ചാമവളപ്പിൽ കഴിഞ്ഞ തവണ 77.40% എന്നുള്ളിടത്ത് നിന്ന് 72.42%. നിലവിലത്തെ കണക്ക് പ്രകാരം 5% വ്യത്യാസമുണ്ട്. ചുരുങ്ങിയത് 4% വോട്ടർമാർ ഇക്കുറി കുറവായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. പല ബൂത്തുകളും അടച്ചു കഴിഞ്ഞു അല്ലേ ജെയ്സൺ? തീർച്ചയായും അരുൺകുമാർ, പല ബൂത്തുകളും 90% ബൂത്തുകളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഒറ്റപ്പെട്ട ചില ബൂത്തുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ അല്പം മുമ്പാണ് പൂർത്തിയായത്. ഏകദേശം 80ഓളം പേർക്ക് ടോക്കൺ കൊടുത്തിരുന്നു. ഇപ്പോൾ നമുക്ക് പുറകിൽ ബൂത്തെല്ലാം വോട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞവർ ഉദ്യോഗസ്ഥർ മറ്റ് പ്രവർത്തികളിലേക്ക് കടന്നിരിക്കുന്നു. ഇത്തരത്തിൽ ഇനി മാക്സിമം 73 കടക്കാനുള്ള സാധ്യത പോലും എളുപ്പമല്ല എന്നതാണ് നമുക്ക് ഇപ്പോഴത്തെ കണക്ക് വെച്ച് മനസ്സിലാവുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചരണം അതിശക്തമായിരുന്നു. പക്ഷേ കെ രാധാകൃഷ്ണൻ മത്സരിച്ചിരുന്ന സമയത്തുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയത്തുള്ള ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിയില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു പക്ഷേ കെ രാധാകൃഷ്ണൻ്റെ തിരിച്ചുവരവ് അന്ന് ചേലക്കരക്കാർ ആഘോഷിച്ചിട്ടുണ്ടായിരിക്കണം, ആസ്വദിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കാം അന്ന് വലിയ ഭൂരിപക്ഷം നൽകി മത്സരിക്കുന്ന സമയത്ത് അവിടുത്തെ പോളിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത് 79%. 2016 കണക്കാണ് ഞാൻ പറയുന്നത്. UR പ്രദീപ് മത്സരിച്ച് വിജയിച്ചു വന്ന സമയത്ത് 79% ആയിരുന്നു പോളിംഗ് ശതമാനം. പിന്നീട് 2021 വരുമ്പോൾ രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ 77%. അപ്പോൾ 2% കുറവുണ്ടായിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ കടുത്ത മത്സരം നടക്കുന്നു എന്ന് പറയുന്ന സമയത്താണ് ഏതാണ്ട് 74 വരെ മാക്സിമം എത്താൻ കഴിയും എന്ന് പറയുന്നത്. അപ്പോൾ ചേലക്കരയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു വരുന്നുണ്ട്. 2% ആദ്യം കുറഞ്ഞു, ഇപ്പോൾ ഇതാ ഏതാണ്ട് 3% കുറവ് വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ചേലക്കരയിൽ ഇപ്രാവശ്യം ആരെയാണ് ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ്? ചേലക്കരയിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി ക്യാമ്പ് ചെയ്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജെയ്സൺ. ആരെയാണത് കൂടുതലായി ബാധിക്കാൻ സാധ്യത? പോളിംഗ് ശതമാനത്തിൽ ഏറ്റവും പുതിയ വിവരം 72.43, അതായത് 1% മാത്രം വർദ്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേഷനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഓരോ ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞു വരുമ്പോൾ UR പ്രദീപ് മത്സരിച്ചപ്പോൾ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം അന്ന് അദ്ദേഹത്തിന് ജയിക്കാനാതെ 10,200 വോട്ടിനാണ്. അതിനേക്കാൾ കുറഞ്ഞ് കെ രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ അദ്ദേഹം ജയിക്കുന്നത് 39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. അതിനുശേഷം അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇവിടെ ഭൂരിപക്ഷം കിട്ടുന്ന 5,000 വോട്ടിനാണ്. പോളിംഗ് ശതമാനം മാത്രം വിലയിരുത്തിക്കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രവചനത്തിലേക്ക് പോകുന്നത് ഉചിതമാകില്ല എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പോളിംഗ് ശതമാനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ചേലക്കരയിൽ എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാനാവില്ല. കാരണം അത്രയേറെ മാറ്റങ്ങൾ, അത്രയേറെ അടിയൊഴുക്കുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് എത്രമാത്രം പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായി പറയാൻ വേണ്ടി നമുക്കിപ്പോൾ പ്രയാസം. മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയുമായിരുന്നു. 2016 പോൾ ചെയ്യുമ്പോൾ കേവലം 10,200 വോട്ടുകൾ മാത്രമാണ് UR പ്രദീപിന്റെ ഭൂരിപക്ഷം. അതേസമയം 77%, 2% കുറയുമ്പോൾ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 40,000 ആണ്. എന്ന് വെച്ചാൽ 4 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഒരു കാൻഡിഡേറ്റ് വിജയിക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ പോളിംഗ് ശതമാനം കുറയുന്നത് ആർക്ക് ഗുണമാകും അല്ലെങ്കിൽ ആർക്ക് എതിരാകും എന്ന് വിലയിരുത്തുന്നത് ചേലക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളെങ്കിലും കുറഞ്ഞപക്ഷം ശരിയാകാൻ സാധ്യതയില്ല. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാമോ? തീർച്ചയായും അരുൺകുമാർ, ഇതുവരെയുള്ള നമ്മളെ മൊത്തം കണക്കുകളും നമ്മളെ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നതും ഈ 1.5 മാസക്കാലം ചേലക്കര മണ്ഡലത്തിൽ ഉടനീളം നടന്നുള്ള പ്രചാരണങ്ങളും അതുപോലെ തന്നെ ഇടപെടലുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിശക്തമായൊരു മത്സരം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. അതിൽ ചിലപ്പോൾ ചില അപാകതകൾ സംഭവിച്ചേക്കാം. പക്ഷേ ആത്യന്തികമായി ചേലക്കര കണ്ട ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് പ്രചരണവും തിരഞ്ഞെടുപ്പ് മത്സരവുമായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് യാതൊരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. പക്ഷേ അതിൻ്റെ റിസൾട്ട് എങ്ങനെ വരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ ഇപ്പോൾ ആവില്ല. പക്ഷേ കോൺഗ്രസ് ആത്മവിശ്വാസത്തിലാണ്, അമിതമായ ആത്മവിശ്വാസത്തിലാണെന്ന് നമുക്കൊരു പരിധിവരെ പറയാം. പക്ഷേ LDF ആണെങ്കിൽ വിജയിക്കുമെന്ന് പറയുന്നു. അതായത് അവരുടെ സ്വാഭാവികമായ ഒരു വിജയം അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും, എന്നാൽ കോൺഗ്രസ് അതിൽ കൂടി ഒരു പടി കടന്ന് അവർ ഉറച്ചു വിജയിക്കുമെന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. അതോടൊപ്പം BJP വലിയ തോതിൽ വോട്ട് പിടിക്കുമെന്ന് പറയുന്നു. ഇതിന് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം പോലും BJPയിലേക്ക് CPMൽ നിന്ന് ആളുകൾ പോകുന്ന സ്ഥിതിയുണ്ടായി.
അത്തരത്തിൽ പല പഞ്ചായത്തുകളിലും കഴിഞ്ഞ ദിവസം BJP ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് 1500ഓളം പേരാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികളിൽ നിന്നും എല്ലാം കൂടി മറ്റെല്ലാ പാർട്ടികളിൽ നിന്നും കൂടി, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികളിൽ നിന്നും കൂടി 1500-ന് അടുത്ത ആളുകൾ BJPയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അവരുടെ വിലയിരുത്തൽ. അവർ ചേർത്തതാണ് ആ പാർട്ടിയിലേക്ക് അംഗത്തെ ചേർന്നത്. അത്തരത്തിൽ ഏതൊക്കെ രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ അർബൺ ഏരിയയിലാണെങ്കിൽ നമുക്ക് കുറേയും കൂടിയും ഈ കണക്കെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ ഇത് റൂറൽ മേഖലയിലുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അടിയൊഴുക്കുകൾ എത്രമാത്രം ഉണ്ട് എന്നതും, രമ്യ ഹരിദാസിന് വോട്ട് ചെയ്യാത്ത ആളുകളല്ല ഇതിൽ ഭൂരിപക്ഷവും എന്ന് നമുക്കറിയാം. ഏകദേശം 20,000-ന് മുകളിൽ വോട്ട് ഈ മണ്ഡലത്തിൽ നിന്ന് അവർ ജയിക്കുമ്പോൾ നേടിയിട്ടുണ്ട്. അതേസമയം അവർ പിന്നെ പരാജയപ്പെടുന്നത് ഈ മണ്ഡലത്തിൽ നിന്ന് 5000 വോട്ടിൻ്റെ മാത്രം പുറകിൽ നിന്നുകൊണ്ടാണ്. അത്തരത്തിൽ നമുക്കൊരു പ്രവചനം സാധ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായാലും ശക്തമായ മത്സരം നടന്ന ഒരു മണ്ഡലമായി എന്ന് പറഞ്ഞു നിർത്തുകയാണ്.